മേഘപ്രത്യക്ഷതയിൽ മുഴങ്ങുന്ന 3 നാദങ്ങൾ. ആസന്ന ഭാവിയിൽ 2 വിധത്തിലുള്ള പുനരുത്ഥാനമാണ് നടക്കുന്നത്. അതിലൊന്നാമതായി ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനവും, രണ്ടാമതായി ക്രിസ്തുവിൽ വിശ്വസിക്കാതെ തോന്നിയ രീതിയിൽ ജീവിച്ച് സകലവിധ മ്ലേച്ഛതയും പ്രവർത്തിച്ച് സാത്താന്റെ സന്തതിയായി ജീവിച്ച് മരിച്ചവരുടെ പുനരുത്ഥാനവും. ഒന്നാമതായി പുനരുത്ഥാനം ചെയ്യുന്നവർ നിത്യജീവനായും, രണ്ടാം ഗണത്തിൽ പുനരുത്ഥാനം ചെയ്യുന്നവർ നിത്യലജ്ജയ്ക്കും നിത്യ ന്യായവിധിക്കുമായും പുനരുത്ഥാനം ചെയ്യും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ പുനരുത്ഥാന സമയത്താണ് ത്രിവിധ നാദങ്ങൾ മുഴങ്ങുന്നത്. ഇതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്യുമെന്നാണ്. 3 കാഹള നാദത്തിൽ ആദ്യത്തേത് കർത്താവിന്റെ ഗംഭീര ധ്വനി. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ. ഈ വാക്യം POC വിശുദ്ധ ഗ്രന്ഥത്തിൽ കുറച്ചുകൂടി വ്യക്തമാക്കി എഴുതിയിരിക്കുന്നു. ഇവിടെ കർത്താവിന്റെ അധികാര ശബ്ദം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെ, മരിച്ചുപോയ വിശുദ്ധന്മാരുടെ കല്ലറയിന്മേലുള്ള അധികാരത്തിന്റെ ആജ്ഞയുടെ ശബ്ദമാണ് കർത്താവ് മുഴക്കുന്നത്. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ, ഇവിടെ കയറി വരുവീൻ എന്നിത്യാദി ശബ്ദങ്ങൾ. യേശുക്രിസ്തു ഒരിക്കൽ തന്റെ സ്നേഹിതനായ ലാസറിന്റെ കല്ലറയ്ക്കൽ ഈ അധികാരത്തിന്റെ ശബ്ദം മുഴക്കി, ലാസറെ പുറത്തു വരിക. അതുവരെ കല്ലറയിൽ പുഴുക്കൾ നുളച്ചുകൊണ്ടിരുന്ന ലാസറിന്റെ ശവശരീരത്തിൽ, ദുർഗന്ധം വമിക്കുന്ന ശവശരീരത്തിലേക്ക് ജീവൻ മടങ്ങി വന്നു. ലാസർ മരിക്കുന്നതിന് മുൻപ് ആ ശരീരം എങ്ങനെയായിരുന്നുവോ അതേ നിലയിൽ നവചൈതന്യം പ്രാപിച്ച് ലാസർ കല്ലറയ്ക്ക് പുറത്തു വന്നു. മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ശരീര നിർമ്മിതിക്കായി ഉപയോഗിച്ചിരിക്കുന്ന പരമാണുക്കൾ കർത്താവിന്റെ ഗംഭീര ധ്വനി മുഴങ്ങുമ്പോൾ മർത്യമായത് അമർത്യത്തെ പ്രാപിച്ചുകൊണ്ട് അക്ഷരികമായി ഉയർക്കും. അപ്പോൾ തന്നെ ജീവനോടിരിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് 2 കൂട്ടരും ഒരുപോലെ ഒരേ സമയം മേഘത്തിലേക്ക് കർത്താവിനെ എതിരേൽപ്പാൻ കയറിപ്പോകും. മരുഭൂമിയിൽ പാളയമടിച്ചിരുന്ന ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം മോശയോട് പറഞ്ഞു, വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക. അവ നിനക്ക് സഭയെ വിളിച്ചു ചേർപ്പാനും പാളയം പുറപ്പെടുവാനും ഉതകേണം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളം മുഴക്കേണം. അതുപോലെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ നമ്മുടെ മശിഹ തമ്പുരാൻ അയറായിൽ നിന്നുകൊണ്ട് ഗംഭീര ധ്വനി മുഴക്കുമ്പോൾ നാം ഈ ലോകമാകുന്ന മരുഭൂമിയിലെ വാസം മതിയാക്കി അയറായിൽ കർത്താവിന്റെ അടുത്തേക്ക് കയറിപ്പോകും. ഈ ഗംഭീര ധ്വനി കേൾക്കുന്ന വിശുദ്ധന്മാർ നിത്യജീവനായിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. 2. പ്രധാന ദൂതന്റെ ശബ്ദം. ഈ ശബ്ദം മുഴക്കുന്നത് മീഖായേലായിരിക്കുമെന്ന് വേദപുസ്തകത്തിൽ 5 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. യൂദ 9, വെളിപ്പാട് 12-ാം അധ്യായം 7-ാം വാക്യം, ദാനിയേൽ 10-ാം അധ്യായം 13, 21, 12-ാം അധ്യായം 1-ാം വാക്യം. ഇതിൽ നിന്നും ഗ്രഹിക്കുന്നത് വിശുദ്ധന്മാരുടെ പുനരുത്ഥാനവുമായി പ്രധാന ദൂതനായ മീഖായേലിന് വളരെ അടുത്ത ബന്ധമുണ്ടെന്നാണ്. എന്തിനു വേണ്ടിയാണ് പ്രധാന ദൂതൻ തന്റെ ശബ്ദം മുഴക്കുന്നത്? സ്വർഗീയ പറുദീസായിൽ നിന്നും വിശുദ്ധന്മാരുടെ ആത്മാവ് അവരവരുടെ ശരീരങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരെ പരിരക്ഷിക്കേണ്ടുന്ന ചുമതല മീഖായേലിനാണുള്ളത്. മാത്രവുമല്ല, പുനരുത്ഥാനം പ്രാപിച്ച് വിശുദ്ധന്മാർ ആകാശ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ സാത്താൻ അവരുടെ വഴി തടയും. ഉദാഹരണത്തിന്, അതിസൗമ്യനെന്ന് ദൈവം പുകഴ്ത്തിയ മോശയുടെ ശരീരത്തിന് വേണ്ടി സാത്താനും മീഖായേലും തമ്മിൽ വലിയ വാദപ്രതിവാദം നടന്നു. കാരണം മോശ ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ നായകനും ന്യായാധിപനുമായി നിന്നപ്പോൾ മോശ പലപ്പോഴും കോപിഷ്ഠനായി. ഒരവസരത്തിൽ ദൈവം മുൻപാകെ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. ഇത് ഉയർത്തിക്കാട്ടിയാണ് സാത്താൻ മോശയുടെ ശരീരത്തിന്മേൽ അധികാരവും അവകാശവും ഉന്നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തിനു വേണ്ടി സാത്താൻ എത്രയധികം തടസ്സവും അവകാശവും പറയും. അതുകൊണ്ട് വിശ്വാസികളുടെ ഉയർപ്പിന് പിശാച് വിഘ്നം സൃഷ്ടിക്കാതിരിക്കാൻ ദൈവം മുൻകരുതൽ എടുക്കുന്നതാണിത്.
സർവ്വലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയാണ് സാത്താനും അവന്റെ അനുയായികളും. നാം പുനരുദ്ധാന ശരീരികളായി സാത്താന്റെ ആസ്ഥാന നഗരിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവന് അടങ്ങിയിരിപ്പാൻ ആവതില്ലാതെ ആകാശത്ത് വെച്ച് മണവാട്ടി സഭയോട് യുദ്ധത്തിനൊരുങ്ങുവാൻ ഇടയുള്ളതിനാലാണ് സാത്താനോടും അവന്റെ അനുയായികളോടും പടപൊരുതുന്നതിനു വേണ്ടി പ്രധാന ദൂതന്റെ ശബ്ദം മുഴക്കുന്നത്. മൂന്നാമതായി, ദൈവത്തിന്റെ കാഹളനാദം. പുനരാഗമനത്തിൽ ദൈവത്തിന്റെ കാഹളം മുഴക്കുന്നതിന്റെ ഉദ്ദേശം ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം സംഭവിക്കുന്നതിന് വേണ്ടിയാണ്. പൗലോസ്ലീഹ പറയുന്നത് ഇപ്രകാരമാണ്: അന്ത്യകാഹളനാദത്തിങ്കൽ നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കുമെന്നാണ്. കർത്താവിന്റെ വരവ് വരെ മരിക്കാതെ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ മരണം കൂടാതെ എടുക്കപ്പെടുവാൻ പോവുകയാണ്. ഇവരെ മരണത്തിന്റെ കയ്യിൽ നിന്നും ബലമായി മരണം കൂടാതെ തന്നെ എടുത്തുകൊണ്ടു പോകുന്ന അവസരമായിരിക്കും ആ സുദിനം. ഹാനോക്കും ഏലിയാവും മരണം കാണാതെ എടുക്കപ്പെട്ടത് ഇതിന് നിഴലായിട്ടായിരുന്നു. സാക്ഷാൽ പൊരുളായത് ഇനി സംഭവിക്കും. മരിച്ചു മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ ഈ 3 കാഹളങ്ങളും ഒന്നിച്ചു ഒരേ സമയം മുഴങ്ങുമ്പോൾ പാതാളത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉയർത്തുവരും. അപ്പോൾ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരായ നാം മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് വിജയ അട്ടഹാസം മുഴക്കി വാനിലേക്ക് സന്തോഷഭരിതരായി കടന്നുപോകും.